ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് വിശേഷം? ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മളെ പാത്തുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ആൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണേന് കേട്ടോ. ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിവർത്തി കാണിച്ചു കൊടുക്ക്, ഇങ്ങനെ വെച്ചിട്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം. ആളുടെ മുഖം കണ്ടൊന്ന് ദേഷ്യത്തിലാണ് കേട്ടോ. ചെന്ന് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മോള്. അത് മുടിയിലേ നിറച്ച് ഈ ബുഷ് കെട്ടിയപ്പോഴേ മുടിയിൽ ഇങ്ങനെ ചെട വന്നു, ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടവൾക്ക്. അപ്പം അതിൻ്റെ സങ്കടത്തിലാണ് എൻ്റെ മോള്. അപ്പം എല്ലാവരും ഇന്നലെ എൻ്റെ മോളെ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഹാപ്പിയായി, അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമായിട്ടാണ് എല്ലാവരും എൻ്റെ മോളെ വിഷ് ചെയ്തപ്പോൾ. ഇന്നലെ നമ്മളെ ചാന്ദ്രദിനമായിരുന്നല്ലോ, എൻ്റെ മോളെ ബർത്ത്ഡേയും ചാന്ദ്രദിനവും കൂടെ ആയിരുന്നു. അപ്പം എനിക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളെ ഇന്ത്യയും ISRO ഒക്കെ ഞാൻ നമ്മുടെ അമർമോന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പാത്തുമാൻ്റെ അടുത്ത മോനെ ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്ന് രാവിലെ ഇരുന്ന് ചെയ്തതുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഇത് ചെയ്തത്. അപ്പം പാത്തുമോളുടെ ഇതാണ് കേട്ടോ. പാത്തുമോളുടെ ഇന്നലെ വൈകിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പടം വരച്ചതെടുക്ക്. എടാ, പാത്തുമോളുടെ ഇതായിരുന്നു കേട്ടോ, ISRO ഇന്ത്യയുടെ കണ്ടാ. അപ്പോൾ അമർമോൻ ഇന്ന് രാവിലെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് പശയൊക്കെ തീർന്നു പോയപ്പോൾ ഞാൻ ചോറും വറ്റുണ്ടല്ലോ, ചോറും വറ്റിലാണ് ഞാൻ ഇതിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവർക്ക് മോനെ ആ ബോണ്ട് പേപ്പർ ചെയ്തെടുക്കടാ. പിന്നെ അവർക്ക് നമുക്ക് ബോണ്ട് പേപ്പറിലും വരച്ചുകൊണ്ട് പോയി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ. ഇത് നമ്മുടെ പാത്തുമ്മാൻ്റെയാണ് കേട്ടോ. പാത്തൂസിൻ്റെ ശരിക്കും പേര് ഫാത്തിമ അമീന എന്നാണ് കേട്ടോ. 2 പേരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാത്തു തന്നെയാണോ ശരിക്കുള്ള പേരെന്ന്. അല്ല, അമീന, മുഹമ്മദ് അമർ, ഫാത്തിമ അമീന എന്നാണ് കേട്ടോ പേര്. അപ്പോൾ പാത്തുമോൾക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നാ കഴിയുന്ന വിധം ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ട്. ദേ അമർമോൻ്റെ ഇങ്ങനെയാണ് കേട്ടോ. അമർമോൻ 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവന് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പം നമുക്കിങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് പെടാപ്പാടാണ്. എന്ന് വെച്ചാൽ നമ്മൾ 2 പേർക്കും ചെയ്യണമല്ലോ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു പാത്തുമ്മക്ക്. ഇത് രണ്ടും ഇതും ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തുവിന് പിന്നെ ഫെവിക്കൊക്കും പശയൊക്കെ ഉണ്ടായതുകൊണ്ട് അവളുടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അമർമോൻ്റെ ഞാൻ എല്ലാം ചോറും പറ്റിലാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടി ഉണ്ടായതുകൊണ്ട് നൈസായിട്ടൊക്കെ ഒന്ന് വിട്ടൊക്കെ പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ കൊച്ചിന് ചെയ്ത് കൊടുത്ത് വിടണമല്ലോ. അപ്പം ഞാനപ്പം ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടമായ. പിന്നെ സ്കൂളിൽ മിഠായി കൊടുക്കണമല്ലോ. അപ്പോൾ അവൾ വാശിയായിരുന്നു, അവൾക്ക് സ്കൂളിലേക്ക് മിഠായി വേണമെന്നും പറഞ്ഞിട്ടാ മാറ്റി. അപ്പോൾ അവളുടെ സ്കൂളിലെ പിള്ളേർക്ക് മിഠായി മേടിച്ചതാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത്, അപ്പോൾ ബാക്കി മിഠായി അവളുടെ സ്കൂളിലേക്കും കൂടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാത്തുമ്മ എല്ലാവരോടും വിഷ് ചെയ്ത് എല്ലാവരോടും താങ്ക്സ് പറയും. ആ 2 ദിവസം വീഡിയോ ഒക്കെ ഇടാതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം പാടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2 ദിവസം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ചാന്ദ്രദിനത്തിന് വേണ്ടിയിട്ട് ക്വിസും പാട്ടും പിന്നെ ഇതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് തിരക്കിലൊക്കെ ആയിപ്പോയി. ഇപ്പോൾ 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് ഇടണം, എന്നാൽ മാത്രമേ നമ്മൾ നന്നായിട്ട് പോവുള്ളൂ എന്നൊക്കെ. അപ്പം ഇൻഷാ അല്ലാ ഇനി നന്നായിട്ട് വീഡിയോസ് ഇടാനൊക്കെ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പാത്തൂന് അമർമോനും വണ്ടി വരാനൊക്കെയുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും എൻ്റെ മോൾക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മനസ്സിൽ തൊട്ടാണ് ഞാൻ നന്ദി പറയണത്. ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെന്താ പറയുക, എല്ലാവരും ചായയൊക്കെ കുടിച്ചാ എന്തെടുക്കണേണ് എന്താ. പാത്തുമ്മ ഹാപ്പി ആയിട്ടാണ്, അവൾക്ക് മിഠായി കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയായി. അവൾക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേക്ക് മേടിച്ചതായിരുന്നു കേട്ടോ ഈ കേക്ക്. ആ സമയത്തായിരുന്നു ഡ്രീം കേക്ക് ഉണ്ടല്ലോ, ഡ്രീം കേക്ക് ഇറങ്ങിയ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇൻഷാ അല്ലാ നമ്മൾ
കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേയിൽ അവൾക്ക് വാങ്ങിച്ചതായിരുന്നിട്ട് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു കിറ്റൊക്കെ അപ്പോൾ ഇന്നലെ കളഞ്ഞു, ഞാൻ ഇതിലായിട്ട് അങ്ങനെ മിഠായി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ സേഫായിട്ട് ഇങ്ങനെ മൂടിയിട്ട് അവർക്ക് ഇങ്ങനെ വെക്കുകയും ചെയ്യാം. ടീച്ചേഴ്സ് ആരെങ്കിലും ക്ലാസ് ടീച്ചർ തുറന്ന് കൊടുത്തോളൂല്ലോ അവർക്ക് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ മോൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പിയായി ഇരിക്കുക, സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത്, പിന്നെന്താ ഭാഗത്ത് പറയാനുള്ളത്? അപ്പം എല്ലാവരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദി, ഒരുപാട് താങ്ക്സ്. പിന്നെന്താണ്, അപ്പോൾ ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞു കൊടുത്താൽ മോനെ. ഇങ്ങോട്ട് നീങ്ങിക്ക്, ക്ലിയർ ആവണില്ല. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് എന്താണ് ഫോണിൽ എടുത്തിട്ട് അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫോണും അത്ര ക്ലാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തെ ഫോണാണ് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ രാവിലെ എടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ പെട്ടുണ്ടാവുമല്ലോ, പിന്നെ അതൊക്കെ കൊണ്ടാണ്. അപ്പം ഇൻഷാ അല്ലാ ഇനി നമ്മൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ ബാബ പാത്തു കിടുങ്ങിടുക. ടാറ്റാ ബാബായി ഉടനെ എല്ലാവർക്കും അമ്മ പോനെ ടാറ്റാ ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടുമൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര കുട്ടികളാണെന്ന്. എനിക്ക് 2 പേരാണ്. ആ 2 പേരുടെ പേരിലാണ് ഞാൻ ചാനൽ തുടങ്ങിയേക്കുന്നത്. അതാണ് എൻ്റെ അമർമോനും എൻ്റെ പാത്തൂട്ടിയും. എനിക്ക് 2 കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ഞങ്ങളുടെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ടാറ്റാ ബൈ ബൈ.